السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ മാസം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലി എല്ലാ സ്വലാത്തുകളും അല്ലാഹു ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് സകലമാന മുറാദുകളും അല്ലാഹ് ഞങ്ങളെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മഹത്താക്കപ്പെട്ട ഒരു സൂറത്തിനെ പറ്റിയാണ്. ഒരു മഹത്താക്കപ്പെട്ട ഒരു സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നൊരു അമലായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നത് ഈ വിശുദ്ധമാക്കപ്പെട്ട ഒരു പവിത്രമാക്കപ്പെട്ട ധാരാളം ഫളായിലുകൾ അടങ്ങിയ, ധാരാളം ശ്രേഷ്ഠതകൾ അടങ്ങിയ ഈ മഹത്താക്കപ്പെട്ട ഒരു സൂറത്തിനെയാണ് ഒരു അമലായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത്. അല്ലാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ ദായിമാക്കാൻ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സൂറത്തിനെ പതിവാക്കിയവരാണ്. അതിൻ്റെ ഓരോരോ ഗുണങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ അവർ അറിഞ്ഞതാണ്. ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുമ്പോൾ, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അവർ ഈ സൂറത്തിനെ പതിവാക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ആ ബുദ്ധിമുട്ട്, ആ നെരുക്കം അവരിൽ നിന്ന് മാറുകയും ചെയ്തപ്പോൾ അവർ ജീവിതത്തിലേക്ക് ഈ സൂറത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധാരാളം ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ സൂറത്തിനെയാണ്. ഈ സൂറത്തെങ്ങാനും അവൻ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരു 3 ദിവസം ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ഈ സൂറത്തിനെ പതിവാക്കാം. അല്ലെങ്കിൽ 3 ദിവസം എന്താണ് എൻ്റെ മുറാദ്? ഒരു മുറാദ് എനിക്കൊരു ഹലാലായ മുറാദ് ഹാസിലാകണം. ഇൻഷാ അല്ലാഹ് ഒരു 3 ദിവസം എങ്ങനെയാണ് ഓതേണ്ടത്? എല്ലാവരും ഓതും, സാധാ പോലെ അങ്ങ് ഓതും. അങ്ങനെയല്ല വേണ്ടത്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഒറ്റക്കിരുന്ന്, തനിച്ചിരുന്ന് ഇൻഷാ അല്ലാഹ് ചെയ്ത് എല്ലാ ഇബാദത്തുകളും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വുളൂ എടുത്ത് വുളൂഓടുകൂടി അതിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാക്കി, അതിൻ്റെ എല്ലാ ആദരവുകളും കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുറാദും മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഒറ്റക്കിരുന്ന് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ, എന്താണ് എൻ്റെ മുറാദ്, മനസ്സിൽ എൻ്റെ മുറാദ് എന്താണ്, അല്ലാഹു ഹാസിലാക്കി തരും.
അതിന് ഓരോരോ സൂറത്തുകൾക്കും ധാരാളം മഹത്വങ്ങളുണ്ട്. ഓരോരോ സൂറത്തിന് അതിൻ്റെതായ നേട്ടങ്ങളുണ്ട്. ഓതിയാൽ അതിൻ്റെതായ നേട്ടങ്ങളുണ്ട്, അതിൻ്റെതായ ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും. നമുക്ക് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ അത് കാരണമാകുമെന്ന് മഹത്തുക്കളായ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഓരോരോ സൂറത്തുകൾക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്, അല്ലേ? ഉണ്ട്. അതിൻ്റെതായ ശ്രേഷ്ഠതകൾ ഓരോരോ സൂറത്തുകൾക്കുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത്, എന്താണ് അതിൻ്റെ നേട്ടങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് അമലിലേക്കും സൂറത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് സന്ദർഭോചിതമായിട്ടൊരു കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയുന്നത്, കാരണം എപ്പോഴും ഞാൻ പറയുന്നത് ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ധാരാളം ആളുകൾ വീക്ഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ മജ്ലിസ് കാണുന്നത്. ഈ മജ്ലിസ് ഇടുന്നതനുസരിച്ച് ഏറ്റെടുക്കുന്ന എൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ, എൻ്റെ യുവാക്കൾ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അവരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വിളിച്ചന്വേഷിക്കുന്ന ആളുകളുണ്ട്. കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് അവരെ ഭാഷയിൽ നമുക്ക് വിളിക്കുന്ന ആളുകളുണ്ട്. ദ്വീപ് നിവാസികൾ, പ്രവാസി സുഹൃത്തുക്കള് പല ദിക്കുകളിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന്, പല കാര്യങ്ങളുമായിട്ട്, പല പ്രയാസങ്ങളുമായിട്ട് നമ്മുമായി സമീപിക്കുന്ന ആളുകൾ നമ്മളെ മജ്ലിസിലുണ്ട്. അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഞാനിത് പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ ചില സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. ഒന്നിരിക്കൽ ക്ലാസ്സിലാകും, അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമുകളിലാകും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാകും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാകും. ആ സമയത്തൊന്നും കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ ചില ഷുആലുകളിൽ ചില തിരക്കുകളിലാകുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ഒരാളായിരിക്കും എനിക്ക് വിളിക്കുന്നത്. ധാരാളം ഭാഗത്തു നിന്ന് കോള് വരുമ്പോൾ ധാരാളം കോളുകളാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറ്, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ആൾ അറ്റൻഡ് ചെയ്യാറ്. അപ്പോ എല്ലാവർക്കും ഒരു സൗകര്യപ്രദമാകുമെന്നുള്ള കരുതി കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ ഞാൻ പറയുന്നത്. എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടത്, എന്നാണ് തങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ശനിയും തിങ്കളുമാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്. ഇനി വരുന്ന ശനിയാഴ്ചയാണല്ലോ, അതായത് നാളെ 28-ാം തീയതി ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കൺസൾട്ടിങ്. അത് കഴിഞ്ഞാൽ 28, 29, 30-ാം തീയതി തിങ്കളാഴ്ച, 30-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതിയാണ് ശനിയാഴ്ചയാണ് അടുത്ത കൺസൾട്ടിങ് ഉള്ളത് വീട്ടിൽ. ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാം. 28 കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വഴി ചോദിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ സൗകര്യമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വഴി പറഞ്ഞു തരും, എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യരേഖകൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും, എപ്പോഴാണ് വരേണ്ടതെന്നെല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചന്വേഷിക്കുന്ന ആളുകൾ, വഴി ചോദിക്കുന്ന ആളുകൾ, പ്രയാസങ്ങൾ, നീറുന്ന വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകളുമായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അവർ പറയുന്നത് ധാരാളം പ്രയാസങ്ങളും ധാരാളം വേവലാതികൾ, ബുദ്ധിമുട്ടുകളുമായിട്ടാണ് അവർ വരുന്നത്. അല്ലാഹുവേ, എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, അവർക്ക് പരിപൂർണ സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് അവർ അമൽ സ്വീകരിക്കുന്നത്. അതിലേക്ക് സയ്യിദിയ മജ്ലിസ്
മജ്ലിസിലേക്ക് അവർ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്നു. അല്ലാഹുവേ, അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ അല്ലാഹുവേ നീ പരിപൂർണ്ണ സലാമത്ത് അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു സാധാരണ മജ്ലിസല്ല. ഇത് പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലിലും നോട്ടത്തിലുമാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവ് ഇന്തോനേഷ്യയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാസിൻ ജമലുല്ലൈൽ പാപ്പയുടെ നോട്ടവും കാവലും ഇജാസത്ത് പ്രകാരമാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. അതാണ് ഇവിടുത്തെ മജ്ലിസിൽ നിന്ന് അമൽ സ്വീകരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത്, അവർക്കത് റാഹത്താകുന്നത്, മുറാദുകൾ ഹാസിലാകുന്നത്, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങുന്നത് പല ഭാഗങ്ങളിൽ പോയി തങ്ങൾ. ഇതുകൊണ്ട് ഞാൻ പോകാത്ത സ്ഥലമില്ല, ഈ പ്രയാസം കൊണ്ട് പോകാത്തിടമില്ല. കുറെ കാലമായി തുടങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, വലിയതായിട്ട് എന്നെ ഇടങ്ങേറിലാക്കുന്നുണ്ട്. തങ്ങളൊന്ന് കണക്ക് വെച്ച് നോക്കി തരണം. ഞാൻ അവർക്ക് നോക്കി കൊടുക്കുന്ന സമയത്ത് വലിയതായുള്ള ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പരിഹാരം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വലിയ അതുകൊണ്ട് വലിയ റാഹത്ത് അവർ നേടിയെടുക്കുന്നു. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മഹത്വമല്ല, എൻ്റെ മഹത്വമല്ല. ഇത് ഉപ്പാപ്പ ജമലുല്ലൈൽ ഉപ്പാപ്പയുടെ ഒരു കാവലിലും നോട്ടത്തിലുമാണ് മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ ഒരു കറാമത്ത് തന്നെയാണ് ഈ മജ്ലിസിന്റെ വളർച്ച. ഇവിടുത്തെ എല്ലാം കൊണ്ടുള്ള വളർച്ച അവിടുത്തെ ഒരു കറാമത്താണ്. ഉപ്പാപ്പയുടെ ഒരു കാവലും നോട്ടവും ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് പ്രയാസത്തിലാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും അവിടുത്തേക്കൊരു 11 ഫാത്തിഹ ദിവസം നിങ്ങൾ ഹദറത്തിലേക്ക് നിങ്ങൾ ഓതാൻ മറന്നു പോകരുത്, വിട്ടുപോകരുത്. ഇനി നിങ്ങൾക്ക് എന്ത് പ്രയാസത്തിൽ കുടുങ്ങിയാണെങ്കിലും, എന്ത് ദുരിതത്തിൽ കുടുങ്ങിയാളാണെങ്കിലും ഇൻഷാ അല്ലാഹ് ആ ഫാത്തിഹ കൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധ്യമാകും. അല്ലാഹു അവിടുത്തെ ദറജനി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജനി ഏറ്റി ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ തമ്പുരാനെ. ആ മഹാന്മാരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സന്ദർഭോചിതമായിട്ട് ഉണർത്തിയത് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് അമല്? സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതുക. എങ്ങനെയാണ് ഓതേണ്ടത്? ഞാൻ ഓതുന്ന ആളാണ് ഉസ്താദേ, ഞാൻ നിരന്തരമായിട്ട് ഓതുന്ന ആളാണ്. പക്ഷെ എനിക്ക് നേട്ടങ്ങളൊന്നും, ഞാൻ എൻ്റെ മുറാദൊന്നും ഹാസിലാവുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതാൻ പറയുന്ന സമയത്ത് അവർക്കൊരു അമലായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, തങ്ങളെ ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഓതുന്ന ആളാണ്. വീട്ടിൽ എപ്പോഴും ഓതുന്ന, ഭാര്യ ഓതാറുണ്ട്, വീട്ടിൽ ഞാൻ ഓതാറുണ്ട്, എല്ലാവരും ഓതാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു നേട്ടവും കിട്ടിയിട്ടില്ല. അത് പറയുന്ന ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത്? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഓതണം. വുളൂഓടുകൂടി, ഇഖ്ലാസോടുകൂടി. ഓരോരോ അക്ഷരത്തിന് ഓരോരോ മഹ്റജുകളുണ്ട്. അങ്ങനെയുണ്ട്. നമ്മൾ വെറുതെ ഓതിയാ പോരാ. ഓരോരോ മഹ്റജുകൾ അതിൻ്റെതായ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചുകൊണ്ട് റാഹത്തായിട്ട് ഇഖ്ലാസോടുകൂടി ഒറ്റക്കിരുന്ന് ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തവക്കൽ ചെയ്ത് നിങ്ങൾ ഓതണം. നിങ്ങളെ ദുനിയാവിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചിട്ട് ഓതരുത്. നമ്മളിതിലേക്കൊരു ആഹ്റത്തിൻ്റെ ഒരു നേട്ടം കൂടി അതിലേക്ക് മനസ്സിരുത്തി വിചാരിച്ചുകൊണ്ട് ഓതണം. അങ്ങനെയാണ് ഓതേണ്ടത്. ഞാനത് ഓതുന്നുണ്ട്, എനിക്ക് നേട്ടങ്ങളൊന്നുമില്ല, അങ്ങനെ പറയുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുറാദും അതിലൊന്ന് കരുതുക. അതുമാത്രം, ദുനിയാവിൻ്റെ കാര്യം മാത്രം കരുതിയാൽ പോരാ, ആഖിറത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി അതിലേക്ക് കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തവക്കൽ ചെയ്ത് നിങ്ങൾ ഓതി നോക്ക്. ഇങ്ങനെ നിങ്ങൾ ഒരു 3 ദിവസം നിങ്ങൾ ഓതി നോക്ക്. നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് കാണാം. സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞത് തന്നെ എന്താ? ഫത്ഹിന്റെ അർത്ഥം എന്താ? വിജയം എന്നാണ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം, തുറന്നിടുക എന്നൊക്കെയാണ് അർത്ഥം.
തുറന്നിടുക, തുറസാക്കുക, വിജയം എന്നൊക്കെയാണ് ഫതഹിന്റെ അർത്ഥം. ആ ഫതഹ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ, ഒരു ഫതഹ് ഉണ്ടാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഫതഹ് സൂറത്തിനെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഓതണം. ഖവാസ് സൂറത്തുൽ ഫതഹ്, സൂറത്തുൽ ഫതഹിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, വമിൻ ഖവാസ് സൂറത്തുൽ ഫതഹ് തുഖറഉ സൂറത്തുൽ ഫതഹ് ലിനൈലിൽ മത്ലൂബ്. ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് സാധ്യമാകണോ, മഹാന്മാർ പറയാണ് ഖവാസ് സൂറത്തുൽ ഫതഹ്, സൂറത്തുൽ ഫതഹിന്റെ പ്രത്യേകത പറയുന്ന സമയത്ത് പറയാണ് തുഖറഉ സൂറത്തുൽ ഫതഹ് ലിനൈലിൽ മത്ലൂബ്. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എളുപ്പമാകണോ, ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പം സാധിച്ചെടുക്കണോ, ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ ഫതഹിനെ നിങ്ങൾ പാരായണം ചെയ്യുക. ഒരു വിഷമം പെട്ടെന്ന് നീങ്ങണോ, ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ ഫതഹിനെ പാരായണം ചെയ്യണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വിഷമം നിങ്ങൾക്ക് നീങ്ങണോ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് വിഷമമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും, ഉസ്താദേ തങ്ങളെ വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, ഇതിൽ നിന്ന് എനിക്കൊരു കരകയറണം, എനിക്കൊരു സലാമത്തിൽ നിന്ന് വേണം, ഇൻഷാ അല്ലാഹ് മഹാന്മാര് പറയുന്നു ഇൻഷാ അല്ലാഹ് ഒരു വിഷമം തീരണോ, എന്നാൽ ഈ സൂറത്തുൽ ഫതഹിനെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പാരായണം ചെയ്യേ. എന്ത് വിഷമമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് വേവലാതിയാണെങ്കിലും, എന്ത് ഇടങ്ങേറാണെങ്കിലും അല്ലാഹു മാറ്റി നൽകും. അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. ഈ സൂറത്തിനെ ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരാൻ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കാണുന്ന, ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ ഈ സൂറത്തുൽ ഫതഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ രേഖപ്പെടുത്തുക. കമന്റ് എഴുതാൻ അറിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞാൻ ജീവിതത്തിൽ പതിവാക്കുന്ന ആളാണ്. തങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹു ഞങ്ങൾ ഓതുന്ന ഈ സൂറത്തിനെ തെറ്റുകളെല്ലാം പുറത്ത് അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണേ എന്ന് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി നീ എഴുതി അറിയിക്കുമ്പോഴാണ്, കമന്റ് എഴുതി അറിയിക്കുമ്പോഴാണ് നമ്മളും കൂടി അറിയുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ഇരു കരങ്ങൾ നമ്മൾ ഉയർത്തുന്നത്, ആകാശത്തിലേക്ക് ഉയർത്തുന്നത്. നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം, നമുക്ക് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ, ഞാൻ എപ്പോഴും പറയുന്നതല്ല, എല്ലാവരും ഇൻഷാ അല്ലാഹ് കമന്റുകൾ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ഒരറിവാണ് ഫാത്തിമയിലേക്കാണ് ഇത് എത്തുന്നതെങ്കിൽ, ഫാത്തിമ ഇതിങ്ങനെ കാണുകയാണ്, ഈ മജ്ലിസ് കാണുകയാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ അബൂബക്കറാണ് ഈ മജ്ലിസ് കാണുന്നതെങ്കിൽ അബൂബക്കറിലേക്ക് ഇത് എത്തുന്ന സമയത്ത് അബൂബക്കർ ചിന്തിക്കേണ്ട, മജ്ലിസ് കണ്ട സമയത്ത് ഒരറിവ് നേടിയ സമയത്ത് അബൂബക്കർ ചിന്തിക്കേണ്ടത്, എൻ്റെ സുഹൃത്തിന് ഇത് അറിയിക്കണം, എൻ്റെ സുഹൃത്ത് വലിയ വിഷമത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് അറിയിക്കണം, കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരിൽ ഇതറിയില്ല. ഇങ്ങനൊരു മഹത്വം സൂറത്തുൽ ഫതഹിനുണ്ടോ? ഇങ്ങനൊരു മഹത്വം സൂറത്തുൽ ഫതഹ് ഓതിയാൽ നമുക്ക് കിട്ടുമോ? ഇൻഷാ അല്ലാഹ് അവരും കൂടി അറിയാണിത്, അവരിലേക്കും ഈ ഇൽമിനെ, ഈ അറിവിനെ എത്തിക്കുകയാണ്. അതിൻ്റെ കൂലി നിനക്കാണ് അബൂബക്കറെ, അല്ലെങ്കിൽ അതിൻ്റെ കൂലി നിനക്കാണ് ഫാത്തിമ. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അവരിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഈ മജ്ലിസ്, ഇങ്ങനെയുള്ള മജ്ലിസുകൾ കൂടുതലായി എത്താൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ മഹത്തുക്കളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും സകലമാന മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എത്രയാണ് നിങ്ങൾ ഓതേണ്ടത്? എത്ര തവണയാണ് നിങ്ങൾ ഓതേണ്ടത്? എത്ര തവണയാണ് ഓതേണ്ടത്? 21 തവണ. അല്ലെങ്കിലോ
അല്ലെങ്കിലോ നിങ്ങൾ ഓതേണ്ടത് ഔ 41 അല്ലെങ്കിൽ നിങ്ങൾ ഓതേണ്ടത് 41 തവണ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഓതേണ്ടത് ഔ 41 നിങ്ങൾ ഓതേണ്ടത് 41 തവണയാണ്. എത്ര ദിവസമാണ് നിങ്ങൾ ഓതേണ്ടത്? ഫീ സലാസതി അയ്യാമിൻ, എത്ര ദിവസം? 3 ദിവസം. ഞാൻ പറഞ്ഞതുപോലെ 3 ദിവസമാണ് നിങ്ങൾ ഓതേണ്ടത്. അല്ലെങ്കിലോ ഇത്രയും കൂടാൻ പറ്റും. 3 ദിവസം മാത്രം ഓതിയാൽ മതി തങ്ങളെ. എല്ലാ പണ്ഡിതന്മാർ മഹത്തുക്കളെ കിതാബുകളിലൂടെ നമ്മളെ പറയുന്നു, നമ്മോട് പറയുന്നു. എന്താണ് പറയുന്നത്? ഔ 5 അയ്യാമിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓതേണ്ടത് 5 ദിവസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓതേണ്ടത് ഔ 7 അയ്യാമിൻ, അല്ലെങ്കിൽ നിങ്ങൾ 7 ദിവസമാണ് നിങ്ങൾ ഓതേണ്ടത്. 3 ദിവസം ഓതാം, 5 ദിവസം ഓതാം, 7 ദിവസം ഓതാം. എത്ര തവണ വെച്ച്? 21 തവണ വെച്ച്, അല്ലെങ്കിൽ 41 തവണ വെച്ച്. എന്നാൽ ഞാൻ പറയുന്ന ഈ മുറാദുകൾ നിങ്ങൾക്ക് ഹാസിലാകും. എങ്ങനെ ഓതണം? 21 തവണ 3 ദിവസം വെച്ച് ഓതാം. അല്ലെങ്കിൽ 41 തവണ ഔ 41, അല്ലെങ്കിൽ നിങ്ങൾ 41 തവണ ഓതാം. അല്ലെങ്കിൽ നിങ്ങൾ 41 തവണ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം നടക്കില്ല എന്ന് വിചാരിച്ച എന്ത് ആഗ്രഹവും അല്ലാഹു തീപാറും ശക്തിയിൽ അല്ലാഹു നടത്തിത്തരും. അതാണ് ഈ സൂറത്തിന്റെ ഒരു മഹത്വം. അതാണ് സൂറത്തുൽ ഫതഹിന്റെ മഹത്വം. എന്ത് ആഗ്രഹങ്ങളും നിങ്ങളെ മനസ്സിലുണ്ടോ, എന്ത് മുറാദ് മനസ്സിലുണ്ടോ, ഇൻഷാ അല്ലാഹ് 3 ദിവസം 21 തവണ വെച്ച് നിങ്ങൾ ഓതിയാൽ, അല്ലെങ്കിൽ 41 തവണ വെച്ച് നിങ്ങൾ ഓതിയാൽ എന്ത് ആഗ്രഹവും അല്ലാഹു നടത്തി തരും. അല്ലെങ്കിൽ 5 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ ഓതിയാൽ എന്ത് മുറാദാണെങ്കിൽ അല്ലാഹു നടത്തി തരും. മാത്രമല്ല ഹബീബായ തങ്ങളെ മനാമിൽ ഒന്ന് കാണാൻ ആഗ്രഹമില്ലാത്തവരാരുമില്ല. ഈ റബീഉൽ അവ്വൽ മാസം നമ്മോട് വിട പറയുകയാണ്. അല്ലാഹുവേ, ഈ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ധാരാളം മൗലിദുകൾ ഞങ്ങൾ പാരായണം ചെയ്തു. ഹബീബായ തങ്ങളിൽ ധാരാളം ബുർദകൾ ഞങ്ങൾ ചൊല്ലി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്ത് മഹദ് കീർത്തനങ്ങളും അവിടത്തേക്ക് ചെല്ലിയെങ്കിൽ അല്ലാഹ് നീ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങളെ മനാമിൽ കാണാൻ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ. സൂറത്തുൽ ഫത്ഹിനെ നീ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. എല്ലാവർക്കും ആഗ്രഹമാണ് ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ. സൂറത്തുൽ ഫത്ഹിനെ ഓതിക്കോ. ധാരാളം മഹത്വങ്ങളുണ്ട്. അതുപോലെ എണ്ണിയാൽ തീരാത്തത്രയും മഹത്വങ്ങൾ. പ്രയാസങ്ങൾ പെട്ടു നിൽക്കുകയാണോ, സൂറത്തുൽ ഫത്ഹിനെ ഓതിയാൽ ആ പ്രയാസം അല്ലാഹു മാറ്റിത്തരും. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളാണോ, അല്ലാഹു തടവ് മോചിതനാക്കും. ചെയ്യാത്ത തെറ്റിന് എൻ്റെ ഭർത്താവ് സൗദിയിൽ ജയിലിലാണ് തങ്ങളെ, ജയിലിലാണ്. മോചിതനാവാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. സൂറത്തുൽ ഫത്ഹിനെ 21 തവണ 3 ദിവസമായിട്ട് നീ ഓതിക്കോ. ഭർത്താവിനെ അല്ലാഹു മോചിതനാക്കി തരും. അങ്ങനെ പല പ്രയാസങ്ങളിലായിട്ട് പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, നിനക്ക് ജോലിയില്ലേ, ജോലി പ്രയാസമാണോ, സൂറത്തുൽ ഫത്ഹിനെ ഓതിക്കോ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ, വലിയ ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹബീബായ തങ്ങൾ പറഞ്ഞ ദിക്ർ ഇൻഷാ അല്ലാഹ് കാണാത്ത ആളുകൾ പോയി കാണുക. ആ മജ്‌ലിസ് ഒന്ന് കണ്ടാൽ ആ ദിക്ർ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഫത്ഹിനെ നീ പാരായണം ചെയ്താൽ തീരാത്ത കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും. വീടാത്ത കടങ്ങൾ അല്ലാഹു വീടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ, ധാരാളം ഫളായിലുകളുള്ള ഒരു മഹത്താക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അത് ഇൻഷാ അല്ലാഹ്
ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരും. അർഹമുർ റഹീമിനായ തമ്പുരാനെ, ഞങ്ങളിതാ ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങളത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ എന്നും മോദാൻ ഉസ്താദ് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, ഞങ്ങളെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ എന്തുദ്ദേശമാണെങ്കിലും എന്തുദ്ദേശം വെച്ചിട്ടാണെങ്കിലും ഓതുന്നതെങ്കിലും അല്ലാഹു ഈ മജ്ലിസ് കാണുന്ന ആളുകൾ എന്ത് മുറാദ് ഹലാലായി എന്ത് മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഓതുന്ന ആളാണെങ്കിലും അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വിളിച്ച് അന്വേഷിക്കുന്ന ആളുകൾ, വിളിച്ച് പറയുന്ന ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജുകളായി ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ആളുകൾ, റഹ്മുർ റഹീമിനായ അല്ലാഹ് അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അടങ്ങേറുകൾ നൽകല്ലേ ബലാഅകൾ നൽകല്ലേ മുസീബത്തുകൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ പ്രയാസത്തിലാക്കി ഞങ്ങളെ അടങ്ങേറിലാക്കി ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന അമാലുകളെ നീ സ്വീകരിക്കണേ ഞങ്ങൾ ചെല്ലുന്ന അമാലുകളെ സ്വീകരിക്കണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ ഈ പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റബീഉ ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ് അല്ലാഹുവേ. ഇനിയുള്ള റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് പങ്കെടുക്കാനും ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ നൽകണേ നീ നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നീ ഭാഗ്യം നൽകണേ ദുനിയാവിലെ രണ്ട് സ്വർഗമാണ്, ഒരു സ്വർഗത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലാഹുവേ, മറ്റൊരു സ്വർഗം അല്ലാഹുവേ ഹബീബായ തങ്ങളെ റൗള ശരീഫാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നീ എത്തിക്കണേ നീ എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് പണമില്ല തമ്പുരാനെ, ഞങ്ങളടുത്തുള്ളത് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മാത്രമാണ് അല്ലാഹുവേ. സ്വലാത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ എത്തിക്കണേ നീ എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ ഈമാൻ കാമിലാക്കണേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്തി പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ധാരാളം ആളുകൾ രോഗികളാണ് രോഗശമനം നീ നൽകണേ പരിപൂർണ ശമനം നീ നൽകണേ ആജിലായ കാമിലായ പരിപൂർണ ശമനം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്ക് രോഗങ്ങൾ പ്രയാസങ്ങൾ നീ കൊടുക്കല്ലോ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ ഉള്ളവർക്ക് അല്ലാഹുവേ പരിപൂർണ ശിഫ കൊടുക്കണേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്ന് തിന്നുന്ന ഇത്തരം അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ നീ നൽകല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഞങ്ങളെ സയ്യിദിയും കുടുംബം അല്ലാഹുവേ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ ഇത്തരം പ്രയാസങ്ങൾ അവർക്ക് നീ നൽകല്ലേ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ലേ നീ മാറ്റല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ ധാരാളം
ധാരാളം ആളുകൾ ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്നുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, മകളുടെ കല്യാണക്കാര്യത്തിൻ്റെ പേരിൽ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, മകൻ്റെ കല്യാണക്കാരും ശരിയാകാത്ത പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, അർഹമുർ-റഹീമീനായ അല്ലാഹ് അവർക്ക് നീ അല്ലാഹുവേ റാഹത്തായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലാഹുവേ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. വീടില്ല തങ്ങളെ, മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് തങ്ങളെ. ഒരു വീടിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ ഹൈറായ ഭവനം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അതിൽ സുന്ദരമായി സുഖകരമായി ജീവിക്കാൻ, മരണം വരെ റാഹത്തായി ജീവിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അത്രം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പറയുന്ന ആളുകൾ, ധാരാളം മുറാദുകൾ പറയുന്ന ആളുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്, അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. ഞങ്ങളെ പൊന്നാര പൊന്നുമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, നീ വിശാല നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നത് പോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉപ്പാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാഹ്, നീ വിശാലമാക്കണേ അല്ലാഹ്, നീ വിശാലമാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയി. ഈ സയ്യിദിയ കുടുംബത്തിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ പ്രതീക്ഷ ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹു ഈ മജ്‌ലിസ് കാണുന്നവരുടെ പ്രതീക്ഷ ഞങ്ങളെങ്ങാനും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ മജ്‌ലിസ് സ്ഥിരമായി കാണുന്നത്. അർഹമുർ-റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയി അല്ലാഹുവേ. ധാരാളം ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടു പോയി അല്ലാഹു. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും, മൗത്താകുമല്ലോ. ഉണക്കക്കട്ടിലിൽ ഞങ്ങളെ ജനാസ ഞങ്ങളെ മരപ്പടിയിൽ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാരിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാരിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകൾ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ഖബർ രക്ഷയാക്കണേ അല്ലാഹ്, ഖബർ രക്ഷയാക്കണേ അല്ലാഹ്. അൽ ഖബർ അവ്വൽ മൻസിൽ മിൻ മനാസിലിൽ ആഖിറ. ഖബർ അല്ലാഹുവേ അല്ലാഹു ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ഖബർ. അല്ലാഹുവേ രക്ഷ നൽകണേ അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനിൽ അമാൻ
من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم. السلام عليكم ورحمة الله.